വണ്ടി അപകടം, മരിക്കുമെന്ന് വിചാരിച്ചല്ല. രാവിലെ പറഞ്ഞിട്ട് പോയ ആളാ, വൈകിട്ട് ഡെഡ് ബോഡിയാ വീട്ടിൽ വന്നേ. നിന്റെ INR നോർമലാ. നിന്റെ തലയിൽ ഒരു തുള്ളി ബ്ലഡ് പോലും ക്ലോട്ട് ആവത്തില്ല. ഇപ്പം നീ സൗഖ്യമാകും. ചേച്ചിയുടെ വീടിനകത്ത് മരണമെന്നൊരു ശക്തി കയറി വന്നിട്ടുണ്ട്. യേശുവിന് വേണ്ടി ജീവിക്കോ? ജീവിക്കും. ഞാൻ പറയട്ടെ എന്നാ സംഭവിക്കാൻ പോകുന്നത്. അടുത്ത ദിവസം ടെസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോ ഡോക്ടർ പറയും INR നോർമലായെന്ന. ആദ്യമായിട്ടാ ഇങ്ങോട്ട് എഴുന്നേറ്റ് പോ. കൂട്ടുകാരി ഭയങ്കര സങ്കടത്തിലാ, അല്ലയോ? ഒരു വിഷയം കൊണ്ടാ വന്നേക്കുന്നേ. ഒറ്റയ്ക്കാന്ന് വന്നേ. എത്ര വർഷം ഇങ്ങനെ തുടങ്ങിയിട്ട്? നിങ്ങൾ 2 പൊട്ടും തൊട്ട് അവിടെ ഇരിക്കുമ്പം യേശു എന്നോട് പറഞ്ഞു, നിങ്ങളൊരു പ്രശ്നം കൊണ്ടാ വന്നേക്കുന്നേ, അത് നിങ്ങളുടെ കൊച്ചിനെയും കൊണ്ടാ. നിങ്ങളുടെ തലമുറയ്ക്ക് രാവിലെ ഒരു വിടുതലുണ്ടാകാൻ പോവാ. യേശു നിങ്ങളുടെ തലമുറയെ സൗഖ്യമാക്കാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ അധരമൊന്ന് തുറന്ന് നാവൊന്ന് ചലിപ്പിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ യേശുവേ എന്നൊന്ന് വിളിച്ച് ആ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. കൊച്ചിന്റെ പേരെന്തുവാ? വൈഗ. സുരേഷ് പാസ്റ്ററെ വിളിച്ചോണ്ട് വാ. കേറി വരാൻ പറ്റത്തില്ല. ശരി, സ്കൂളിൽ പോകുന്നില്ലേ? സ്കൂളിൽ പോമോ? ആ അല്ല, വരട്ടെ. വിടുതലായാലോ? ഇവരൊക്കെ വിടുതലായില്ലേ? ചിലപ്പോൾ അവിടെ അങ്ങ് വിടുവിക്കപ്പെട്ടാലോ? അവർക്കൊരു ചെറിയ പ്രശ്നം ഉണ്ടാവുന്നല്ലേ, അത് ഞാൻ ഹാൻഡിൽ ചെയ്യും. എൻ്റെ കൂടെ യേശു ഉണ്ട്. നമ്മൾ തമ്മിൽ ഒരു പരിചയമില്ലല്ലോ, ആദ്യമായിട്ട് കാണുകയല്ലേ. ചേച്ചി ആ പൊട്ട് തൊട്ടിരുന്നപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞ് എന്തൊക്കെ കാര്യമാണെന്നറിയാം. ചേച്ചിയുടെ വീടിനകത്ത് മരണമെന്നൊരു ശക്തി കയറി വന്നിട്ടുണ്ട്. ഭർത്താവ് മരിച്ചിട്ട് എത്ര കാലമായി? 10 വർഷമായി. വൈക കുഞ്ഞെ ഇങ്ങോട്ടെന്നോ. രക്ഷപ്പെടണ്ടേ? വിടുമോ? രക്ഷപ്പെടുമോ മോളെ? ഇന്ന് രക്ഷപ്പെടും നീ. യേശു എന്നോട് പറയുക, പേടിയൊന്നും വേണ്ട. നിനക്ക് എന്നാ പറ്റിയാലും യേശു നിന്നെ വിടുവിച്ചിട്ടേ പോകത്തുള്ളൂ. ഈ യോഗത്തിൽ നിനക്ക് ഉറക്കെ ശബ്ദം കേൾക്കാൻ പറ്റത്തില്ല ആണോ? ഇനി ഒന്നും അവർക്ക് ചെയ്യാനില്ല. ഭാവി നിന്നിക്കുക, അല്ലയോ? തിരിച്ചു വരുമോ? ഇടി തിരിച്ചു വരാൻ പോവാ. എന്നോട് കർത്താവ് പറയുന്നേ, നിന്റെ INR നോർമലാവും. നിന്റെ തലയിൽ ഒരു തുള്ളി ബ്ലഡ് പോലും ക്ലോട്ട് ആവത്തില്ല. ഇപ്പം നീ സൗഖ്യമാകും. നിന്റെ കുടുംബത്തിലൊരു ദൈവത്തിന്റെ വിടുതലുണ്ടാകും. യേശു തമ്പുരാൻ എന്നോട് പറയുക, എല്ലാരും കൂടെ പ്രാർത്ഥിക്കുന്നവര് കുഞ്ഞെ, ഇന്നത്തെ ഈ നീ കുടൂടായി കരയുന്നില്ലേ? നിന്റെ അമ്മയും കരയുന്ന. നമ്മൾ തമ്മിൽ ആദ്യം കാണുകയല്ലേ. നീ എന്നെ കണ്ടിട്ടില്ല, ഞാൻ നിന്നെയും കണ്ടിട്ടില്ല. നിന്റെ അമ്മയും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നിന്റെ അമ്മ വന്നിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഇതുപോലൊരു കുട്ടിയുണ്ടെന്നും നിന്റെ അച്ഛൻ മരിച്ചു പോയാന്നും നിന്റെ അച്ഛൻ നോർമലായിട്ട് മരിച്ചതല്ലെന്നും നിന്റെ അച്ഛനെ എന്നാ അപകടമാണ് പറ്റിയേ? വണ്ടി അപകട. മരിക്കുമെന്ന് വിചാരിച്ചല്ല. രാവിലെ പറഞ്ഞിട്ട് പോയ ആളാ, വൈകിട്ട് ഡെഡ് ബോഡിയാ വീട്ടിൽ വന്നേ. അന്ന് ഉറക്കെ കരഞ്ഞു. നീ കൈ അടിച്ചു വിളിക്ക യേശുവേ എന്ന. കുഞ്ഞെ, നീ ഒരു സുന്ദരി മോളാ. ഞാൻ നിന്നോട് തൂത് പറയുക, നിന്റെ ശരീരത്തിൽ INR നോർമലാവും. നീ സൗഖ്യമാകും.
വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഈ രോഗം ഇന്ന് രാവിലെ സൗഖ്യമാകാൻ പോവാ. സഭയ്ക്ക് വിളിക്കാൻ പറ്റുമെങ്കിൽ എല്ലാരും കൂടെ ആ രണ്ട് കൈകളും അടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ ആ നാമത്തെ ഒന്ന് വിളിച്ച. എനിക്ക് ശരിക്കും കരയണോ ചിരിക്കണമെന്നൊന്നും അറിയത്തില്ല, അത്ര സങ്കടത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അവള് സുന്ദരിയായ ഒരു പെൺകുട്ടിയാ. അവളൊരു1000 വട്ടം എടി എന്നെ നോക്ക്, നീ എന്നോട് ഇങ്ങനൊക്കെ ചിരിച്ചോണ്ട് വർത്താനം പറയുന്നില്ല, നിന്റെ ഉള്ളും നിറച്ച സങ്കടം. അതിനേക്കാൾ സ്കൂളിൽ സങ്കടം നിന്റെ അമ്മയ്ക്ക്. നിന്റെ അമ്മ നിന്നെ കൊണ്ട് കയറി ഇറങ്ങാത്ത സ്ഥലമില്ല, ഹോസ്പിറ്റലും ഇല്ല. മരിക്കണോ? ഇനി നമ്മൾ മരിക്കത്തില്ല. മരിക്കാൻ ഒത്തിരി നോക്ക് നീ. 18 വയസ്സ് വൈക, 18 വയസ്സുള്ള വൈക മരിക്കുകയല്ല. നീ വിവാഹം കഴിക്കും, നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാകും. നിന്റെ അമ്മ നിന്റെ കുഞ്ഞുങ്ങളെ വാരിയെടുക്കുമെന്ന് ഇന്ന് രാവിലെ ഈ കട്ടപ്പനയെ വെച്ച് പരിശുദ്ധാത്മാവിന് തൂത് പറയാനുണ്ട്. സഭയൊന്ന് കൈയടിച്ച് അതിനൊന്ന് വിളിച്ച് നന്ദി പറയാൻ പറ്റുന്ന എല്ലാരും കൂടെ ഒന്ന് നന്ദി പറഞ്ഞേ. ചേച്ചി, നിങ്ങൾ താമസിക്കുന്ന ആ വീടില്ലേ, അവിടെ ചെറിയ പ്രശ്നമുണ്ട്. അത് പാമ്പിനോട് ബന്ധപ്പെട്ട, അറിയാമോ? പാമ്പിനോട് ബന്ധപ്പെട്ട് ഒരു പ്രശ്നമുണ്ട്. എടി, പാമ്പിനെ സ്വപ്നം കാണും. എന്താ കാണുന്നേ? പാമ്പിനെ വീട്ടിലുണ്ട്, കയറി വരും. അതാ ചോദിച്ചേ. അതെ, വെറുതെ വരുന്നതല്ല, ഒരാൾ വിടുന്ന. ഇന്ന് രാവിലെ വിടുന്നിടത്തോട്ട് തിരിച്ചു പോകും. ഇവള് സൗഖ്യമായ സാക്ഷ്യം പറയുമോ? യേശുവിന് വേണ്ടി, എടി യേശുവിന് വേണ്ടി ജീവിക്കോ? ജീവിക്കും. ഞാൻ പറയട്ടെ എന്നാ സംഭവിക്കാൻ പോകുന്നതെന്ന്. അടുത്ത ദിവസം ടെസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോ ഡോക്ടർ പറയും INR നോർമലായെന്ന. നിന്റെ തലച്ചോറിൽ ബ്ലഡ് ക്ലോട്ട് ആവുന്നില്ലെന്ന് പറയും. കർത്താവിന്റെ കരം ഇറങ്ങുക പ്രിയരെ. ഇത് ദൈവത്തിന്റെ ദിനമാ പ്രിയരെ. ചേച്ചി, ആ മൂത്ത മോടെ പേര് പറഞ്ഞേ. മൂത്ത മോടെ പേര് പറ. അശ്വതി. അശ്വതിയുടെ കല്യാണം രാജകീയമായി നടക്കും. കാശുണ്ടോ? ഇല്ല. ദൈവം കാശ് തരും. രാജകീയമായ കല്യാണമൊക്കെ നടക്കും. ഇവളും കല്യാണം കഴിക്കും. ഇവളങ്ങനെ കിട്ടുന്നില്ലെന്നൊക്കെ വിചാരിച്ചിരിക്കുക. എടി, കല്യാണം കഴിക്കും. അടുത്ത ദിവസം നമ്മൾ ടെസ്റ്റ് ചെയ്യുമല്ലോ. ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ദൂരെ പഠിക്കാൻ വിടും. ഇനിയിപ്പോൾ ക്ലോട്ടാവുമെന്ന് നോക്കാം. എന്തായാലും ഇനി ഇപ്പം നമ്മൾ വിട്ടിരിക്കും. ഇപ്പോൾ ഒരു ധൈര്യമൊക്കെ ആയില്ലേ? ക്ലോട്ടാവുന്നുണ്ടോ? ഇല്ല. ഏണ്ടൊക്കെ പോകുന്നവര് തോന്നുന്നില്ലേ? അത് വിടുതലാ. നിങ്ങളൊന്ന് കൈയടിച്ച് സ്വതന്ത്രം പറഞ്ഞേ. മക്കളെ, ഇവിടെ യേശു ഉള്ള സ്ഥലമാണ്. എൻ്റെ കൂടെ ക്യാൻസറിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലുള്ള മനുഷ്യരൊക്കെ ഉണ്ട്. അവരൊക്കെ സൗഖ്യത്തോടെ. 30 വർഷം മുമ്പ് എൻ്റെ അമ്മ യേശു സൗഖ്യമാക്കിയ. ഇപ്പോഴും എൻ്റെ അമ്മ സൗഖ്യത്തോടുണ്ട്. ഇത് യേശുവിൻ്റെ ശക്തിയാണ്. കുഞ്ഞ, നിന്നോട് ദൂത് ഞാൻ പറയുക, മരിക്കുന്നന്ന് വരെ ചുമക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിനെയാണ് ഞങ്ങൾ സേവിക്കുന്നേ. ആ ദൈവമാണ് ഞങ്ങളുടെ ദൈവം. ഒന്ന് കൈയടിച്ച ദൈവത്തിന് ഉറച്ചൊരാമീൻ പറയാൻ പറ്റുന്ന എല്ലാവരും കൂടെ യേശുവിനൊരു നന്ദി പറഞ്ഞേ. കുഞ്ഞെ, ഇനിയും ഒരു 10 മിനിറ്റ് കൊണ്ട് യോഗം തീരും. അതുവരെ ഇവിടെ ഇരിക്കണം. ഇപ്പം നിനക്ക് തലകറങ്ങൊന്നും തോന്നില്ലല്ലോ? ഉണ്ടോ? ആ ബുദ്ധിമുട്ടൊക്കെ ഇങ്ങ് മാറിയില്ലേ? ഉണ്ടോ? അല്ല, ഉണ്ടേ പറയണം. ഇല്ല, നമ്മൾ കൈയടിച്ചത് സ്വതന്ത്രം പറഞ്ഞേ. വേറെ യേശു ഇവിടെ വന്നിട്ടുണ്ടെന്ന്. ഞങ്ങളുടെ ഈ ധൈര്യം ഞങ്ങളുടെ ധൈര്യമല്ല, യേശുവിൻ്റെ ധൈര്യ. എൻ്റെ ഉറപ്പ്, യേശു ഒരാളെ തൊട്ടാൽ, എനിക്ക് ഈ ചേച്ചിയെ അറിയത്തില്ല, ഈ മോളെ അറിയത്തില്ല, ഇവരെ രണ്ടുപേരെയും കൂടെ അറിയാവുന്ന ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. ആളിൻ്റെ പേര് യേശു.